ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നേരെ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ വെനസ്ഡേ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോർത്ത് ഇയറിൻ്റെ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട്. 100% റിസൾട്ട് ആയിരുന്നു കോളേജിൽ. അപ്പോൾ നമ്മൾ ഇന്ന് കോളേജിലേക്ക് പോവുകയാണ് സ്വീറ്റ്സ് ഒക്കെ കൊണ്ട്. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോകാൻ കൂട്ടത്തിൽ കോളേജ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ റെഡി ആയിട്ട് നിൽക്കുവാണ്. നേരെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ സ്കൂട്ടറിൽ കോളേജിലേക്ക് പോവാണ്. ചെന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് കോളേജിലേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് വേഗം തന്നെ പോവാം. ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഞാനിത് ഇന്നലെ വരച്ച പടം കേട്ടോ. സ്വിച്ച് ബോർഡ് ഞാൻ ഇന്നലെയാണ് ഈ ഒരു സ്വിച്ച് ബോർഡ് വരച്ചത്. നമുക്ക് വേഗം പോവാം. ടൈമായി, ലേറ്റായി. അമ്മ, ഡോർ മൊത്തത്തിൽ ഞാൻ അടച്ചിട്ടില്ലേ, അതൊന്ന് അടയ്ക്കണേ. ടൈമായി ഗോയ്സ്, നമുക്ക് പോവാ. ഞാൻ ഓക്കെ ആണോ? ഓക്കെ. ഹെൽമെറ്റ് വെച്ചാ മുടി മൊത്തം പോവും. ഹെൽമെറ്റ് വെച്ച് അതിന് കയ്യിൽ കോമ്പുണ്ടല്ലോ. കോമ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മഴയായതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടിക്ക് പതിവില്ലാത്തൊരു വെയിറ്റ്. അതൊക്കെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വണ്ടി എടുക്കണില്ലല്ലോ. അപ്പൊ നമുക്ക് പോവാം. ബാ, താ ഫോണ് താ. ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ട്. സത്യമായിട്ട് ഇത്രയും നേരം ക്യാമറ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് അങ്ങോട്ട് തിരിഞ്ഞത്. അവരെ അഭിനയിക്കുവാണ്. അവരിങ്ങനെ നിന്ന് അഭിനയിക്കുവാണ്. അവൻ ആറ്റിറ്റ്യൂഡും അഭിനയവും ഇതുപോലെ. ഹെൽമെറ്റ് ഒന്ന് പിടിക്കണം. ഫുള്ള് കിട്ടൂലല്ലേ? നമുക്ക് ലഡു എടുക്കുവാണ്. വീഡിയോ എടുക്കാൻ കൂടെ എഴുതിയിട്ടുണ്ട്. അടിപൊളി. അടിപൊളിയാണ്. ചെറിയ ക്ലാസ് ഒക്കെ തുടങ്ങി ചെയ്യാം. കേക്ക് വെച്ചു. ക്ലാസ് തുടങ്ങി ആ തുണിയിലൂടെ പോച്ച്. കോളേജിലോട്ട് പോവാൻ പോവാണ്. ഒരാള് ബസ്സിലോട്ട് പോയി, നമ്മള് വണ്ടിയിലോട്ട് പോവാം. ബാ, കമോൺ പോവാ. ബേക്കറിയിൽ നിന്ന് ഇറങ്ങി കേക്ക് വാങ്ങി. നമ്മളിതാ കോളേജിലോട്ട് എത്തി. ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് ഖദീജ. ഇതാണ് കേട്ടോ ഹോസ്റ്റൽ. ഇതാ ഇങ്ങോട്ട് പോവും. അതാണ് ഹോസ്റ്റല്. ഞാൻ കോളേജിനെ കാണിച്ചു തരാം. ഞാൻ ക്യാമറ തിരിച്ചിട്ട് കോളേജ് കയറി വരുന്നത്. മുകളിൽ നിന്ന് വന്നാലേ ആ ഒരു ഫുൾ വ്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുകളിലോട്ട് പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ കോളേജ്. കോളേജിൽ ഇതുവഴി താഴോട്ട് പോകുമ്പോൾ ഇതുണ്ട്. നമുക്കിവിടെ ഗ്രൗണ്ടൊക്കെ, നമ്മൾ അവിടെയാണ് കളിക്കുന്നതൊക്കെ, ഗ്രൗണ്ടും ഒക്കെ. ഹലോ, ഇതാണ് ദാ എൻട്രൻസ്. നമ്മൾ കയറുമ്പോൾ ഇങ്ങനെയാ കയറുന്നത് കേട്ടോ. നീ ഗൈസ് എന്ന് മാത്രം ഇവിടെ മിണ്ടരുത്. വേറെ എന്തോ ഇങ്ങനെ കയറും. ഇത് കണ്ടോ, ലിഫ്റ്റ് ആണ്. ടീച്ചേഴ്സ് ഉപയോഗിക്കും, നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ബാഗ് വേണം. അപ്പോൾ നമുക്കിതാ ലിഫ്റ്റ് കയറി പോവാം. അല്ല, ഞാൻ വ്ളോഗിങ് ആണ്, വ്ളോഗിങ്. കൺഗ്രാജുലേഷൻസ് ഒക്കെ വച്ചേക്കുവാണ്. എൻ്റെ ദൈവമേ, ഞാനിത് കണ്ടില്ല. എല്ലാ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോയി കേക്കൊക്കെ വെച്ചിട്ട് വരാം. ഹായ് ആണ്. വരാം കൊണ്ടുവച്ചു കാണിച്ചു.
നിൽക്കുന്നു ദൈവമേ. ഇതങ്ങനെയാണ് ക്ലാസ് കേട്ടോ, വലിയ ക്ലാസ്സാ. അല്ലടി രാണ്ടിരിക്കുന്നു 2 പാക്കറ്റ് 3 പാക്കറ്റ് എല്ലാം ഉണ്ടല്ലോ. താഴോട്ട് പോവാം. എടി മാഡത്തിനെ കണ്ടിട്ട് വരാം. ആഹ്ലാദ പ്രകടനമാണ്, ആഹ്ലാദ പ്രകടനം. മാം നമ്മളടുത്ത് പറയുവാട്ടോ മിണ്ടാതിരിക്കാന്. കയറി വന്നിരിക്കുവാണ്. താങ്ക് യു. അയ്യോ പോടുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷം. അതിൽ നമ്മൾ കുറേ നാള് പ്രാർത്ഥിച്ച് കിട്ടി, നമ്മൾക്ക് എല്ലാവർക്കും ഓൾ പാസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പഠിപ്പിച്ചതാ ഡോറടക്കി. ആ ഒരു ഹായ് പറയടേ. കിട്ടിയില്ല. നയിക്കുവാണ്. ആ നയിക്കൂ കോളേജിലേക്ക്. പഴയ ഓർമ്മകൾ അയവിറക്കുവാണ്. ഇതാണ്ട് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ പാടുന്ന ഫോട്ടോ, മൈമിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ SNAക്കൊക്കെ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്. ഇത് സ്പോർട്സിന് പോയപ്പോഴൊക്കെ ഉള്ള ഫോട്ടോസാണ്. ദേ മൈമിൽ ഞാനുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. കലാതിലകം കിട്ടിയപ്പോൾ ഫോട്ടോ ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഇരിക്കുന്നു എൻ്റെ ഫോട്ടോ. അപ്പോഴാണ് ഈ ഒരു 100% റിസൾട്ട് കിട്ടിയ ഫോട്ടോ വച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി എടുത്താണ്. ഇതാണ് ഫോട്ടോ. അങ്ങനെ മാം പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമുക്ക് മാത്രമാണ് ട്രിവാൻഡ്രത്ത് 100% റിസൾട്ട് ഉള്ളതെന്ന്. ബാക്കി എല്ലായിടത്തും 99 ഒക്കെ ആയിപ്പോയി. 100% റിസൾട്ട് നമുക്ക് മാത്രമാണ് ഉള്ളതെന്ന് മാം പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. മാം ഒരു സ്മൈൽ. നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. ഇരുട്ട്. നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് വന്നേക്കുവാണ്. കമോൺ. ഇത് നമ്മുടെ താലം. ഇവിടെ എങ്ങും ആരും ഇല്ലയോ? സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും കുറവാണ്. മാം സ്മൈൽ. സ്മൈൽ. കൺഗ്രാറ്റുലേഷൻസ്. Ma'am, smile. Okay, ma'am, smile. Ma'am, smile.
കൺഗ്രാറ്റുലേഷൻസ് പറയൂ സീനിയേഴ്സ്. കൺഗ്രാറ്റ്സ് ഡിയർ സീനിയേഴ്സ്. ബാച്ച് അതുപോലെ ഇത്ര നല്ല ചേച്ചിമാര് എല്ലാരും കിട്ടിയ ഒരു ബാച്ചാണ്. പിന്നെ നമ്മുടെ ചേച്ചിമാര് ചേട്ടന്മാരെ പറഞ്ഞില്ല പറഞ്ഞോ സാറ് പറഞ്ഞോ മെമ്മറീസ് സാറ് പറഞ്ഞോ. ഈ സെയിം കാര്യം തന്നെ ലൈഫിലും തുടരുക. അതൊരു സന്തോഷമല്ലേ, നമ്മൾ വളരെ സന്തോഷം. അല്ല ആദ്യം നമുക്ക് വിശ്വസിക്കാൻ നമ്മളങ്ങനെ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നിരിക്കുവാണ്. ഇനി കേക്ക് കട്ടിയിലൊക്കെയാണ്. നമ്മൾ ക്ലാസ്സിൽ 4th ഇയേഴ്സിൻ്റെ വകയായിട്ടുള്ളൊരു കേക്ക് കട്ട് ചെയ്യുവാണ് ടീച്ചേഴ്സിന്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഇടയിലൊരു ചെറിയതാ താഴെ വീണ് പോയി. അതിന് തിരിച്ച് വെക്കണം. തിരിച്ചെടുത്ത് വെക്കണം. നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ആയിട്ട് മാംസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കേക്ക്. സ്പോർട്സിലേക്ക് ആദ്യം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കായിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റോടുകൂടി ചാമ്പ്യൻഷിപ്പ് കിട്ടും. പിന്നെയും ആ ഒരു ചരിത്രം സൃഷ്ടിച്ചതിന് നമ്മുടെ മാഡംസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഭയങ്കര നമ്മൾ കൂടെയുള്ള എക്സാം എഴുതുന്ന ആരെങ്കിലും ഒരാൾക്ക് കൂടെ എക്സാം എഴുതിയിട്ട് ഒന്ന് പോയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നേനെ. അപ്പോൾ അതില്ലാതിരുന്നതിന് ഒരുപാട് പഠിച്ചു വന്നായിരുന്നു. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. വന്ന എക്സാമിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ എല്ലാവരും കണ്ണിലും എല്ലാവർക്കും പ്രശ്നമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടായതിന് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കോളേജ് തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഈ വീട്ടിൽ ഇരുന്ന സമയത്ത് തന്നെ കോളേജ് ഒരുപാട് മിസ് ചെയ്യും. താങ്ക് യു. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഒരു കുഞ്ഞു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ഒന്ന് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസ് എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇവിടെ. They were the senior students last year and they were picked to us and they were very good, vibrant students. An inspiration to all the students who are studying here. Agil Raj. Great. Jayalakshmi എത്ര അന്തരം ഉണ്ടായിരുന്നു? 30
സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടി. എൻ്റെ പേരുണ്ട് കേട്ടോ. അതിനൊക്കെയുള്ള ട്രോഫികളും കാര്യങ്ങളും തിരിച്ചു കിട്ടി. കോളേജ് ബസ്സൊക്കെ ഇട്ടിരിക്കുവാണ്. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. ഇതോ പിള്ളേർ കളിക്കാൻ തുടങ്ങി. പിള്ളേർ അവിടെ ഫുട്ബോൾ കളി തുടങ്ങി. ഇതോ എന്നെ വിളിക്കുന്നു. നമുക്കിപ്പോൾ പോവാം. ഇന്നത്തെ പരിപാടി തീർന്നു. ഇനി കോളേജിൽ എന്തോ വരും. ടാറ്റ പറ. എടേ ഖദീജ ബൈ പറ. നിന്റെ അമ്മ ഇപ്പം കാണണല്ലേ. ജർമ്മനൊക്കെയാണ് ഓരോരുത്തർ അത് കഴിഞ്ഞിട്ടുള്ള പഠിക്കാനൊക്കെ പോയതിൻ്റെ ഇതാണ്. അങ്ങനെ നമുക്ക് കോളേജ് ഇതാ നമ്മൾ പോവാൻ പോവാണ്. ടാറ്റ പറയടേ എല്ലാം കൂടെ. If you have any other concerns, please feel free to contact us. അയ്യോ പറ. സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയുള്ള വ്ളോഗ്സുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സൈൻ ഓഫ്. തിരിച്ചു പോവാൻ പോവാണ്. എനിക്ക് എന്ന് നീ ഒരു എല്ലാരും ചോദിച്ചോണ്ടിരിക്കുന്നത് ബോയ്സിന് എങ്ങനെയാണ് നഴ്സിംഗ്, അടിപൊളിയാണോ? അതല്ല ചോദിച്ചോണ്ടിരിക്കുക. അപ്പം നീ ചെയ്യുമല്ലോ അല്ലേ? എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ബൈ ദ ചെയർപേഴ്സൺ ഓഫ് കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഞാൻ എടുത്ത് ആ ഒരു കണ്ടന്റിനെ പറ്റി ഇടാം. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. എൻ്റെ ട്രോഫീസൊക്കെ ഇതാ തിരിച്ച്. ഇപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അല്ല, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തേക്കുക. അത്രയൊക്കെ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ.